So when the Apostle Paul was baptized in the Holy Spirit, I'm sure he too must have spoken in tongues. So all these 5 witnesses in the Bible makes it very clear to us, crystal clear, that when we are baptized in the Holy Spirit, the Lord would give unto us unknown languages which we have never spoken with our intellect. ഈ 5 വാക്യഭാഗങ്ങൾ വേദഭാഗങ്ങളുടെ തെളിവുകളുടെ ഒരു കാര്യം നമുക്ക് വ്യക്തമായി സ്ഥാപിക്കുവാനായിട്ട് സാധിക്കും. ആത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ നാം എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചിരിക്കണം. We need to know that God gives this to us that we may edify ourselves in the Lord. ക്രിസ്തുവിൽ നാം നമ്മെ തന്നെ പണിതുയർത്തുവാൻ വേണ്ടിയാണ് ദൈവം ഇത് നമുക്ക് നൽകുന്നത്. There are 10 reasons why we should speak in tongues in our individual life. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തുകൊണ്ട് അന്യഭാഷ സംസാരിക്കണം എന്നുള്ളതിന് 10 കാരണങ്ങളുണ്ട്. But there is no time to share that tonight. ഇന്ന് രാത്രി നമുക്ക് സംസാരിക്കാൻ സമയം കുറവാണ്. I want to include all that for tonight, but then it will go on to 12 o'clock. അതൊക്കെ ഇന്ന് രാത്രി ചേർത്ത് പറയാനായിട്ടാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയെങ്കിൽ രാത്രി 12 മണി വരെ പോകും. And so we are not going to enter into that tonight. ഇന്ന് രാത്രി ആ ഭാഗത്തേക്ക് ഒന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. I want to share this with us. ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. And we see that when each believer is baptized in the Holy Spirit, the Lord would like to give unto us the gift of speaking in tongues for our devotional life, for our edification, to charge us and give us the power to overcome sin in our lives. നമ്മൾ ആത്മാഭിഷേകം പ്രാപിക്കുന്നതായുള്ള സമയത്ത് ദൈവം നമുക്ക് അന്യഭാഷ തരുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ ആത്മീകമായി പണിതുയർത്തുവാൻ, നമുക്കൊന്ന് ചാർജ് ചെയ്യുവാനായിട്ട്, അഥവാ നമുക്ക് പാപത്തിന്റെ മേൽ ജയം കിട്ടുവാൻ തക്കവണ്ണം നമ്മളെ ശക്തീകരിക്കുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. And therefore we need to be hungry before God, and the Lord will fill us with the power of the Holy Spirit. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നാം വിശപ്പുള്ളവരായിരിക്കണം. ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കേണ്ടതിന്. Now God willing, we will share with you also tomorrow how we can receive the power of the Holy Spirit. പരിശുദ്ധാത്മാഭിഷേകം അല്ലെങ്കിൽ ശക്തി എങ്ങനെ പ്രാപിക്കാം എന്നുള്ളതിനെ കുറിച്ച് നാളെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Because I believe the Lord wants to give us the power of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. Now we see that every place where they were baptized in the Holy Spirit, they also began to speak in tongues and magnify the name of the Lord. എവിടെയൊക്കെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ 1-ാം നൂറ്റാണ്ടിൽ അവിടെ എല്ലാവരും വിശ്വാസികൾ അന്യഭാഷയിൽ സംസാരിച്ചിരുന്നു എന്ന് പറയുന്നതാണ് കാണാൻ സാധിക്കും. And God will fill you with the power of His Holy Spirit. ദൈവം തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അതുമായി നിറയ്ക്കും. And He will give you this new language. ഈ പുതിയ ഭാഷ നമുക്ക് തരും. You want to edify yourself? നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയവൽക്കരണം ഉദ്ദേശിക്കുന്നുണ്ടോ? Yeah, you need the power of the Holy Spirit. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി One ആവശ്യമാണ്. important thing for us to notice, വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം when you ask for the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുമ്പോൾ what you will get? നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? Holy Spirit. പരിശുദ്ധാത്മാവ്. So don't be afraid. അതുകൊണ്ട് ഭയമൊന്നും വേണ്ട. The Bible says വേദപുസ്തകം പറയുന്നത് very clearly, വളരെ വ്യക്തമായിട്ട്, if you ask for the Holy Spirit, how much more the Heavenly Father shall. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലതാനുകളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗ്ഗസ്ഥനായ നിന്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. Yeah, if you ask for the Holy Spirit, what you will receive? അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? പരിശുദ്ധാത്മാവ് മാത്രം. Yeah, if you go and sit in a place where there's a lot of beating of drums and don't ask anything, you will receive something else. But if you ask for the Holy Spirit and seek the Lord, you will receive what? Holy Spirit only. എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിക്കാതിരിക്കുകയാണെങ്കിൽ പലതൊക്കെ ലഭിച്ചു വരും. എന്നാൽ നിങ്ങൾ യഥാർത്ഥമായി ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവിന്റെ ശക്തി മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രം നിങ്ങൾ നിറയ്ക്കും. Praise the Lord. Amen. You ask Him. നിങ്ങളോട് ചോദിക്കുക, He will give you the power of the Holy Spirit. നിങ്ങൾ അവരോട് ചോദിക്കുന്നെങ്കിൽ അവൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി. Some people say, ചില ആൾക്കാർ പറയും, brother, you should be, so holy that you can receive the Holy Spirit. ആൾക്കാർ പറയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ തക്കണം നിങ്ങൾ അത് വിശുദ്ധരായി തീർന്നിരിക്കുന്നു. I know one brother who has been going to an assembly for about 20 years. He is still not baptized in the Holy Spirit. The pastor said, you are still not holy. Maybe, yeah. 40 വർഷമായിട്ട് ബന്ധക്കോസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇതുവരെ ആത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല. അദ്ദേഹത്തോട് പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, സഹോദരൻ ഇപ്പോഴും എന്തോ തെറ്റ് കുറവുകളുണ്ട്, അത് നീ ക്രമീകരിക്കണം. ഈ പാവ സഹോദരൻ ക്രമീകരിച്ച് 40 വർഷം കഴിഞ്ഞിരിക്കണം. So we see the thing is that there is no right teaching. ശരിയായ ഒരു പഠനം ഇതിനെ കുറിച്ചില്ല എന്നുള്ളതാണ്. Or they say, brother, come for the tarrying meeting.
ചില ആൾക്കാർ പറയും കാത്തിരിപ്പ് യോഗത്തിന്, ശനിയാഴ്ച കാത്തിരിപ്പ് യോഗത്തിന് വരാൻ. Because Sunday Holy Spirit is not allowed to come. കാരണം ഞായറാഴ്ച പരിശുദ്ധാത്മാവ് വരാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. Saturday വന്ന് സാറ്റർഡേ അങ്ങ് ആ വഴിക്കൊന്നും പോകോടാ. Come on Saturday for the tarrying weekend. Holy Spirit go that way. Don't come on Sunday morning. ശനിയാഴ്ച രാത്രി വന്ന് എല്ലാവരെയും സന്ദർശിച്ചിട്ട് പരിശുദ്ധാത്മാവ് അന്ന് രാത്രി തന്നെ മടങ്ങി പോകുന്നത് കൊണ്ട് ശനിയാഴ്ച തന്നെ വന്ന് സ്വീകരിച്ചോണ്ട് ഞായറാഴ്ച നമുക്ക് കിട്ടിയെന്ന് When Apostle Paul went to Ephesus, he didn't say how many fasting and tarrying meetings you had. എത്രമാത്രം നിങ്ങൾ ഉപവസിച്ച് കാത്തിരുന്നു എന്നല്ല പൗലോസ് എഫെസോസ് സഭയോട് ചോദിച്ചത്. എന്താ ചോദിച്ചത് അവിടെ? വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവ്. Praise the Lord. കാത്തിരുന്നത് കിട്ടിയോന്നല്ല ചോദിച്ചത്. എന്താ ചോദിച്ചത്? വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നാണ് ചോദിക്കുന്നത്. Very, very important. അത് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു As വിഷയം. far as God is concerned, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം He has already given the Holy Spirit. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. And the only thing the Lord wants to ask you, have you received it? ദൈവം നിങ്ങളോട് ഇപ്പൊ ചോദിക്കുന്നത് നിങ്ങൾ സ്വീകരിച്ചോന്ന് As far as മാത്രമേ. God is concerned, He has already given it. ദൈവത്തെ Amen. സംബന്ധിച്ചിടത്തോളം ദൈവം It's നൽകിയിരിക്കുകയാണ്. for you to keep receiving it in your life. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഉത്തരവാദിത്തമാണ് അത് സ്വീകരിക്കുക So എന്നുള്ളത്. when can you receive it? എപ്പോ നിങ്ങൾക്ക് സ്വീകരിക്കാം? Next tarrying meeting. No. അടുത്ത കാത്തിരിപ്പ് യോഗത്തിലാണോ? Today. ഇന്ന് രാത്രി If you are open, നിങ്ങൾ തുറന്ന ഹൃദയമുള്ളവരാണെങ്കിൽ, if you are not in a hurry, നിങ്ങൾക്ക് ധൃതിയില്ലായെങ്കിൽ, don't look at your watch. നിങ്ങൾ മാറ്റി നോക്കുന്നില്ല എങ്കിൽ, Yeah, then you can be available to the Holy Spirit. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രാപിക്കാൻ The Holy Spirit of God will come upon His people. പരിശുദ്ധാത്മാവ് തന്റെ ജനത്തിന് മേൽ വരും. And don't have some funny ideas in your mind. ഈ ചില തമാശ ഉള്ള ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഐഡിയാസ് I've seen some people when they are, they shake all the whole body and say that is the Holy Spirit. ചില ആൾക്കാരെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇരിക്കുന്നിടത്ത് ഒരു മൂലയോട്ട് നിങ്ങൾ പോകണം, അല്ലെങ്കിൽ പലവിധമായ ബാഹ്യ പ്രകടനങ്ങൾ ഉണ്ടെങ്കിലേ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രാപിച്ചു എന്ന് പറയാൻ Never see those things in the New Testament. അങ്ങനെ തെളിവ് വേദം പറയുന്നത്. One brother told me, ഒരു സഹോദരൻ പറഞ്ഞു, brother, when I was baptized in the Holy Spirit, my charpai broke down. ഞാൻ ആത്മാഭിഷേകം പ്രാപിച്ചപ്പോ സഹോദരൻ എന്റെ കട്ടിൽ ഒടിഞ്ഞു പോയിരുന്നു. And now, if I look for that, I don't want to receive the Holy Spirit like that. ഞാൻ ആത്മാഭിഷേകം പ്രാപിക്കുന്ന സമയത്ത് എന്റെ കട്ടിൽ ഒടിയണമെന്ന് വിചാരിച്ചാൽ അടുത്ത കാലത്തേക്ക് പ്രാപിക്കാൻ പറ്റില്ല. Now we need to know all these funny human ideas, throw them in the garbage bin. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ തമാശ നിറഞ്ഞതായിട്ടുള്ള വേദപുസ്തക വിപരീതമായ സകല ചിന്താഗതികളും വലിച്ച് ചവറ്റുകൊട്ടയിലേക്ക് എറിയണം. Now we need to know, sometimes when you receive the power of the Holy Spirit, the baptism of the Holy Spirit, you may shout loudly, it's all right. ഒരുപക്ഷെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ അഭിഷേകം നിങ്ങൾ പ്രാപിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അല്പനേരം ഷൗട്ട് ചെയ്ത് നിൽക്കാം, ശബ്ദം ഉണ്ടാക്കി തന്നേക്കാം. Especially when the first time you are touched by the Holy Spirit. പ്രത്യേകിച്ച് ആദ്യമായിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആ തൊടൽ അനുഭവിക്കുമ്പോൾ You may shout, you may cry. ഒരുപക്ഷെ നിങ്ങൾ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി പക്ഷെ കരഞ്ഞു എന്ന് പറഞ്ഞു. ഉച്ചത്തിൽ കരയുന്നത് ആത്മാവല്ല, അതാ സൂക്ഷിക്കേണ്ടത്. മനസ്സിലായോ? നമ്മുടെ ആത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു വ്യക്തി കരഞ്ഞെന്ന് വന്നേക്കാം, പക്ഷെ കരത്തിനെല്ലാം ആത്മാഭിഷേകം ആവുകയുമില്ല. That is where you have to be careful. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. One preacher was preaching, one pastor was preaching in a meeting. ഒരു പാസ്റ്റർ ഒരു യോഗത്തിൽ പ്രസംഗിയായിരുന്നു. See, I was fasting for many days for the baptism of the Holy Spirit. ഞാൻ ആത്മാഭിഷേകത്തിന് വേണ്ടി അനേക നാളുകൾ പ്രാർത്ഥിക്കുകയുണ്ടായി. I was not getting it. എനിക്കത് കിട്ടിയിരുന്നില്ല. പാസ്റ്റർ പറയുകയാണ്. But finally, അവസാനമായിട്ട് one day, ഒരു ദിവസം the Holy Spirit revealed to me that I need to remove my collar. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ കോളർ, ഷർട്ടിന്റെ കോളർ അങ്ങ് മാറ്റണമെന്ന് ദൈവത്തിന് ആത്മാവ് പറഞ്ഞതാണ്. Put on a jibba. അവസാനം ജുബ്ബ ഇടണമെന്ന് ദൈവം പറഞ്ഞു. And when he did that, അത് ഇട്ടപ്പോഴാണ് the Holy Spirit came upon me. അപ്പോഴാണ് ആത്മാഭിഷേകം ലഭിച്ചതെന്നു. Now, be careful with such teachings. അങ്ങനെയുള്ള There are many such preachers and teachers today. ഇന്ന് അങ്ങനെയുള്ള പ്രാർത്ഥികരും പഠിപ്പിച്ച് ഉപദേശകന്മാരും വളരെ അധികമായിട്ടുണ്ട്. We need to know that we got to go by the scriptural pattern in God's word. ദൈവവചനത്തിലുള്ള വേദപുസ്തക വ്യവസ്ഥയിലൂടെ മാത്രമേ നമ്മൾ പോകാവൂ. And if you desire for it, the Lord will grant you and God will fill you with that. നാം അതിനുവേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് നൽകി നിങ്ങൾ അതിനെ നിറയ്ക്കും. So one thing we have to do is, ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്, we need to come to Him by faith. അവന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ വിശ്വാസത്തോടെ That is the first criteria. അതാണ് ഒന്നാമത്തെ. Come to Him by faith. അവന്റെ അടുക്കിലേക്ക് വരുമ്പോൾ വിശ്വാസത്തോടെ. രണ്ടാമത്, if you know any known sin in your life, confess it and forsake it and receive God's cleansing in your life. അറിയാവുന്ന അല്ലെങ്കിൽ മനസ്സിൽ
അറിയപ്പെടുന്ന ഒരു പാപം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ദൈവസ്ഥയിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിക്കുവാനായിട്ട് നമ്മൾ സമയം. Now then you become a qualified individual for the baptism of the Holy അങ്ങനെ Spirit. പരിശുദ്ധാത്മാ നിറവിന് വേണ്ടി നിങ്ങൾ യോഗ്യതയുള്ളവരായിത്തീരുക. Then what we have to do? പിന്നെ എന്താ The ചെയ്യേണ്ടത്? third step, മൂന്നാമത്തെ പടി, you need to ask the Lord. കർത്താവോട് ചോദിക്കണം. How much more the Father shall give you what? Holy Spirit. Yeah. അത്രമാത്രം പരിശുദ്ധാത്മാവ് സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരുമെന്നാണ്. So when you ask Him, നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ what you have to do? നിങ്ങൾ എന്താ ചെയ്യുന്നത്? Believe that you receive it. Yeah. നിങ്ങൾ അത് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. Yeah, when you ask it, you believe that you receive it from Him. നിങ്ങളെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന് വിശ്വസിക്കാതെ, That is the most important. അതാ ഏറ്റവും പ്രധാനമുള്ള വിഷയം. So then what you will do? പിന്നെന്താ ചെയ്യാൻ പോകുന്നത്? You have to give thanks to God. ദൈവത്തിന് അത് നന്ദി പറയണം. Do not have unbelief in your heart, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കലും അവിശ്വാസം ഉണ്ടാവരുത്. but begin to give thanks to the Lord. ദൈവത്തിന് അത് നന്ദി പറയുക അതിനു വേണ്ടി. Do you know that when you go to the Lord and confess your sins, you believe that He has forgiven you? Huh? നിങ്ങൾ ദൈവത്തെ അടുക്കലേക്ക് കടന്നു ചെന്ന് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ നിങ്ങളുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കാറില്ലേ? Yeah, similarly, when you come to the Lord and ask Him, believe that He has given you. അതുപോലെ തന്നെ ദൈവത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു നിങ്ങൾ വിശ്വസിക്കുക. Then what we have to do? അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? When you have received something from the Lord, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ you have to give thanks to the Lord. നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയണം. Oh, we need to really begin to praise and bless the Lord. നാം ഹൃദയംഗമായിട്ട് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തേണ്ടതായിരുന്നു. And as we begin to bless the Lord and praise the Lord, നാം സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ you know what He will do? അവൻ ചെയ്തറിയാമോ? He will give you a new language to praise and bless Him. Amen? അവനെ സ്തുതിക്കുവാനായി ആരാധിക്കുവാനായിട്ട് പുതിയൊരു ഭാഷ അവന് തരും. He will give you a new language in your tongue. നിങ്ങളുടെ നാവിന്മേൽ അവന് പുതിയ ഭാഷ തരും. Expect it from the Lord. ദൈവത്തിൽ അത് I പ്രതീക്ഷിക്കുക. just want to show you one beautiful scripture. Acts chapter 2, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില് verse 4. 4-ാമത്തെ വാക്യത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയത് പോലെ അന്യഭാഷ സംസാരിച്ചു തുടങ്ങി. അവർ സംസാരിച്ചു. When the Holy Spirit comes upon us, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ who will begin to speak? ആരാ സംസാരിക്കാൻ തുടങ്ങുന്നത്? We begin to speak നാമാ സംസാരിക്കാൻ as തുടങ്ങുന്നത്. the Spirit gives us expressions. പരിശുദ്ധാത്മാവ് ഉച്ചരിപ്പാൻ നൽകുന്നത് പോലെ പരിശുദ്ധാത്മാവ്. So don't wait for the Holy Spirit to speak. You will never speak in tongues. പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ വേണ്ടി നോക്കിയിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സംസാരിക്കത്തില്ല. But you have to speak as the Spirit gives utterances or expressions to you. പരിശുദ്ധാത്മാവ് നൽകുന്നത് പോലെ നിങ്ങളാണ് അനിവാര്യം സംസാരിക്കുന്നത്. Is that clear to you? ഇത് രാത്രി I വെച്ചാണ് have seen many people. ഞാൻ അനേക ആൾക്കാരെ കണ്ടിട്ടുണ്ട്. They said, brother, I am praying for the baptism of the Holy Spirit. സഹോദരൻ ഞാൻ ആത്മാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. Then what happens is, എന്താ സംഭവിക്കുന്നത് വെച്ചാൽ they want the Holy Spirit to speak in tongues. അവര് പരിശുദ്ധാത്മാവ് അന്യഭാഷയിൽ സംസാരിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അല്ല അന്യഭാഷ സംസാരിക്കുന്നത്. ആരാ സംസാരിക്കുന്നത്? നമ്മളാ സംസാരിക്കുന്നത്. ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് പോലെ. ആത്മാവ് നമുക്ക് ഉച്ചാരണം നൽകുന്നത് പോലെ. So, if I will keep on giving thanks to God only in Malayalam, how will the Spirit express? ഞാൻ എപ്പോഴും ഇങ്ങനെ മലയാളത്തിൽ മാത്രം സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് തരുന്ന ഭാഷകൾ എങ്ങനെ എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയും, സംസാരിക്കാൻ കഴിയും? That means there is a time I need to cease or I need to stop speaking in my own natural language and be sensitive to the Holy Spirit. Yeah. അതിന്റെ അർത്ഥം that it will be something that you may find hard to express. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് പ്രകടിപ്പിക്കുവാൻ അല്പം വിഷമായിട്ട് തോന്നിയേക്കാം. You know why? എന്തുകൊണ്ട്? Because you have always spoken that which you already learned in your life. നിങ്ങളുടെ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ളത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. സത്യമല്ലേ? പഠിക്കാത്തൊന്നും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. So therefore there is always a difficulty and struggle. പലപ്പോഴും അതുകൊണ്ട് ഒരു പ്രയാസവും ഒരു വിഷമവും വരാറുണ്ട്. It is there you need to become like a child to the Lord. അവിടെയാണ് നിങ്ങൾ കർത്താവിന് മുമ്പാകെ ഒരു ശിശുവായിട്ട് മാറ്റപ്പെടുന്നത്. Why? എന്തുകൊണ്ട്? When you ask the Holy Spirit, you receive what? Holy Spirit. Amen? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ലഭിക്കുന്നത്? പരിശുദ്ധാത്മാവ്. And when you give thanks to the Lord, നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുമ്പോൾ you are expecting the Holy Spirit to give you an utterance. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഉച്ചാരണം തരുവാൻ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. So one day what happened? ഒരു ദിവസത്തെ സംഭവിച്ചത് One man went to a meeting. ഒരു സഹോദരൻ ഒരു മീറ്റിംഗിന് പോയി.
And the leader there was leading the people to baptism of the Holy Spirit. പരിശുദ്ധാത്മാ അഭിഷേകത്തിലേക്ക് വിശ്വാസികളെ ഒരു പ്രാസംഗികൻ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. There was an old lady near him. ഒരു പ്രായമുള്ള ഒരു സഹോദരൻ അദ്ദേഹം നടത്തിക്കൊണ്ടായിരുന്നു. So this lady was touched by the Holy Spirit. ഈ സഹോദരി പരിശുദ്ധാത്മാവിനാൽ തൊടപ്പെട്ടു. And she began to just, shout some words. ഈ സഹോദരി ചില വാക്കുകൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. Same word. ഒരേ വാക്ക് തന്നെ. So this man said, what is this? ഈ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു, എന്താ ഈ ഒറ്റ വാക്ക് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. So the leader of the meeting was a very sensitive man to the Holy Spirit. ഈ നയിച്ചുകൊണ്ട ആള് പരിശുദ്ധാത്മാവിനോട് വളരെയധികം ജാഗ്രതയുള്ളവരായിരുന്നു. He said, if you are faithful in one word God is giving you, God will give you two words. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു വാക്കിൽ വിശ്വസ്തരായിരിക്കുന്നെങ്കിൽ ദൈവം രണ്ട് വാക്ക് തരുന്നു. And this old lady began to speak two different words. ആ പെട്ടെന്ന് ഈ സഹോദരൻ രണ്ട് വ്യത്യസ്തമായ വാക്കുകൾ സംസാരിക്കുന്നു. And this man again said, വീണ്ടും അദ്ദേഹം പറഞ്ഞു, if you are faithful to speak two words, God will give you three words. നിങ്ങൾ രണ്ട് വാക്കിൽ വിശ്വസ്തരാകുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് മൂന്ന് വാക്ക് തരുന്നു. And this lady began to repeat these three words. ഈ സ്ത്രീ മൂന്ന് വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. Then this man said, ഈ സഹോദരൻ if you are faithful in three words, മൂന്ന് വാക്കുകൾ വിശ്വസ്തരാകും, God will give you many more words. That's all. അനേക വാക്കുകൾ നിങ്ങൾക്ക് This തരുന്നു. lady began to speak in tongues and began to magnify the Lord. ഈ സ്ത്രീ അങ്ങോട്ട് അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തെ I want to മഹത്വപ്പെടുത്തുന്നു. encourage you, brothers and sisters, പ്രിയ സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥികളെ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. that we need to be like a child and turn to the Lord. നിങ്ങൾ ഒരു ശിശുവിനെ പോലെ ആയിട്ട് ദൈവത്തിലേക്ക് ചെയ്യണം. And the Lord will give you a new language. ദൈവം നിങ്ങൾക്ക് ഒരു പുതിയ ഭാഷ തരും. Throw away all your status quo. നിങ്ങളുടേതായിട്ടുള്ള Abhimanam. അഭിമാനത്തെയും വലിച്ചെറിഞ്ഞു കളയുക. Throw it away and come to the Lord. Amen. പാപിനിടയ്ക്കിലേക്ക് അതിനെ വലിച്ചെറിഞ്ഞിട്ട് And say, കളയുക. Lord, I want to be baptized and touched by your Holy Spirit. കർത്താവേ, ആത്മാഭിഷേകം പ്രാപിപ്പാൻ Yes, തുടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. Some people say, ചില ആൾക്കാർ പറയാറുണ്ട്, brother, it looks like the same word. സഹോദരാ, ഇത് ഏകദേശം ഒരേ വാചകം പോലെ Let me give you one natural example. ഒരു സ്വാഭാവിക ഉദാഹരണം ഞാൻ പറയാം. If I say the word so, I can tell you എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. I am using 5 different words in English. അതായത് സോ എന്ന വാക്ക് 5 രീതിയിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റും. ഇല്ലേ? S-O, so. ഇല്ലേ? S-A-W, so. അറക്കുന്ന വാള്. S-A-W, so. കണ്ടു. S-O-W, so. Sowing the seed. ഇല്ലേ? When I say so, it looks like that I am repeating the same word, but there are 5 different words with 5 different meanings. Praise the Lord. So even unknown language, I may look like speaking the same word to you, but for me, I am speaking mysteries with God to edify my own spiritual life. Amen. കേൾക്കുന്നവർക്ക് ഒരേ വാക്ക് പലവർക്കും ആവർത്തിക്കുന്നതുപോലെ തോന്നിയാലും Amen. ദൈവത്തിന്റെ സന്നിധിയിൽ പല വാക്കുകളാൽ ഞാൻ എന്റെ ആത്മീയ വർദ്ധനവിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരാൻ സാധിക്കും. That is why, beloved brothers and sisters, we need to turn to God in childlike faith even this day. ഈ ദിവസങ്ങളിൽ അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഒരു ശിശുവിനെ പോലുള്ള വിശ്വാസത്തോടെ ദൈവത്തിലേക്ക് നമ്മൾ So തിരിയേണ്ടത്. let us be open before God. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നല്ല മനസ്സോടെ ഇരിക്കാം. God will baptize you. God will touch you with the power of His Holy Spirit. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നടത്തും. Let us look at the Lord in prayer. നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. Thank you, Lord. Praise you, Jesus. Hallelujah. Thank you, Lord. Hallelujah. Thank you, Jesus. Hallelujah. Thank you, Lord. Hallelujah. Thank you, Jesus. Hallelujah. Thank you, Lord. Praise you, Lord. Thank you, Lord. Hallelujah. Thank you, Lord. Gracious and Heavenly Father, Lord, we come before you this night again, and we ask of you, Lord, that you will open our ears, you will open our eyes. Oh God, we pray that you will grant unto us a heart that is circumcised, a heart that is open and obedient to thy voice, Praise the Lord. that when you will speak to us while it is today, we may not harden our hearts, O God, but help us to mix thy word with faith and appropriate those things in our lives. Oh God, we are eternally grateful to you for the way that you have been moving in our midst. Yes, Lord. Truly you have sent thy Spirit and revealed thy word unto us. Holy Spirit, the teacher and of the word, we ask of you this night to again instruct us and reveal to us things which are pertaining to thy glorious church.
Hallelujah. Oh, we thank you. We bless thee, Father. Lord, we pray that you would give us words and expressions to bring forth those things you have laid upon our hearts. Yes, amen. Hallelujah. Anoint us with thy word and the Holy Spirit. Amen. We give you thanks, Lord. In Jesus' name we pray. Amen. Thank you, Lord. This night again I would like to share something on